നീറ്റ് തുടങ്ങിയ പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വന്നിട്ടുള്ള വലിയൊരു പ്രശ്നം ആ പരീക്ഷകളിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചു. ഭരണപക്ഷം അത് അംഗീകരിച്ചില്ല. അതിൻ്റെ പേരിൽ ശക്തമായ പ്രതിഷേധമാണ് പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തിയത്. ആദ്യത്തെ സമ്മേളനം കഴിഞ്ഞ് ഇനി 22-ാം തീയതി ജൂലൈ 22-ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. ആ സമ്മേളനത്തിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ദേശീയ തലത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ 13ഓളം പരീക്ഷകളാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നമ്മുടെ രാജ്യത്ത് നടത്തുന്നത്. ആ പരീക്ഷകളിൽ ക്രമക്കേട് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച വിദ്യാർത്ഥികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് ചെയ്യുന്ന ഏറ്റവും കടുത്തൊരു അനീതിയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വിലയ്ക്ക് വാങ്ങി അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കൃത്രിമങ്ങൾ നടത്തി പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ സംവിധാനം ഒരുക്കണം. ഈ ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് അതല്ലെങ്കിൽ കോടതികളെ ഒറ്റയടിക്ക് ഇത് മുഴുവൻ ക്യാൻസൽ ചെയ്ത് പുതിയ പരീക്ഷ നടത്താൻ പറഞ്ഞാൽ കേരളത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാക്ഷേപവും കേരളത്തിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങൾ ഉണ്ടായ സംസ്ഥാനങ്ങളിൽ വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പരീക്ഷ ക്യാൻസൽ ചെയ്ത് അവിടെ പരീക്ഷ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ ഇത്രയും കാലം അധ്വാനിച്ച് പഠിച്ച ഈ കുട്ടികളിന് വീണ്ടും ഈ പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിൽ അവർ വീണ്ടും ഈ പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടി വരിക അല്ലെങ്കിൽ എഴുതേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ആ കുട്ടികൾക്ക് മാനസികമായി വലിയ സമ്മർദ്ദവും ഒരുപക്ഷെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത പ്രത്യാഘാതങ്ങൾ വരെ ഉണ്ടാകുമെന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ സങ്കീർണമായൊരു വിഷയമാണ്. അപ്പം അത് സമഗ്രമായി പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നും ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അതിനോട് കാണിച്ച നിഷേധാത്മകമായിട്ടുള്ള നിലപാടിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തിയത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം, ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഈ രാജ്യത്ത് നിലനിർത്തണം. നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ, ജനാധിപത്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി ഭീഷണി കൂടാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഈ മൂല്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള പോരാട്ടം വരും നാളുകളിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി